നമ്മളിപ്പോൾ പഠിച്ചു നിർത്തിയത് ബെനഫിറ്റ്സ് ഓഫ് ഊപ്സ് വരെയായിരുന്നു അല്ലേ? നമ്മുടെ സിലബസിനകത്ത് അടുത്ത ടോപ്പിക്കാണ് ഫീച്ചേഴ്സ് ഓഫ് ജാവ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ തന്നെ ജാവയ്ക്കും ജാവയുടേതായ കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പം നിങ്ങൾ ജാവയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂവിന് പോയാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയാലോ ജാവയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ജാവയുടെ ഫീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ ജാവയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ജാവ പഠിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഫീച്ചേഴ്സ് ഓഫ് ജാവ എന്ന് പറയുന്നത്. ഇപ്പൊ ജാവയുടെ ഫീച്ചേഴ്സ് എന്ന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ജാവ ബസ് വേർഡ്സ്. ബസ് വേർഡ്സ് എന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്, ഈ താഴെ പറയുന്ന പോയിന്റുകൾ തന്നെയാണ് നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് 12 പോയിന്റുകളാണ്. ജാവയ്ക്കകത്ത് ഫീച്ചറായിട്ട് വരുന്ന 12 പോയിന്റുകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തേത് സിമ്പിൾ, ഒബ്ജക്റ്റ് ഓറിയന്റഡ്, പോർട്ടബിൾ, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ്, സെക്യൂർഡ്, റോബസ്റ്റ്, ആർക്കിടെക്ചർ ന്യൂട്രൽ, ഇന്റർപ്രറ്റഡ്, ഹൈ പെർഫോമൻസ്, മൾട്ടി ത്രെഡഡ്, ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് ഡൈനാമിക്. അപ്പൊ ഈ 12 പോയിന്റുകളാണ് ബസ് വേർഡ്സ് അല്ലെങ്കിൽ ജാവയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ. ജാവ സിമ്പിൾ ആണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ജാവ സിമ്പിൾ ആണെന്ന് പറയുന്നത്? നമ്മുടെ CPP ഒക്കെ യൂസ് ചെയ്യുമ്പോഴുള്ള പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസും ജാവയ്ക്കകത്ത് നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ജാവ സിമ്പിൾ ആണെന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റുകൾ നോക്കിയേ. ജാവ സിൻടാക്സ് ഈസ് ബേസ്ഡ് ഓൺ C++. ജാവ ഹാസ് റിമൂവ്ഡ് മെനി കോംപ്ലിക്കേറ്റഡ് ആൻഡ് റെയർലി യൂസ്ഡ് ഫീച്ചേഴ്സ്. ഫോർ എക്സാമ്പിൾ, എക്സ്പ്ലിസിറ്റ് പോയിന്റേഴ്സ്, operator overloading, etc. There is no need to remove unreferenced objects because there is an automatic garbage collection in Java. അപ്പോൾ ഈ 3 പോയിന്റുകളാണ് സിമ്പിളിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്നാമെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ CPPയുടെ സിൻടാക്സിനോട് സിമിലർ ആണ് ജാവ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനോട് സിമിലർ ആണെന്ന് പറയുമ്പോൾ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാവുന്നവർക്ക് ജാവ പഠിക്കാൻ എന്തായിരിക്കും, സിമ്പിൾ ആയിരിക്കും. അപ്പൊ അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാലോ, നമ്മുടെ CPPക്കകത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളതും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും ഒക്കെ. അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം എവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു, ജാവയ്ക്കകത്ത് നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ലാംഗ്വേജിനെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജാവ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ CPPക്കകത്തൊക്കെ നമുക്ക് മെമ്മറി ഫ്രീ ചെയ്യണമെങ്കിൽ യൂസർ തന്നെ അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ചെയ്യണമായിരുന്നു. പക്ഷെ ജാവയ്ക്കകത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആര് തന്നെ ഫ്രീ ചെയ്യും? ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെ ആ മെമ്മറി സ്പേസിനെ ഫ്രീ ആക്കി മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതാണ് ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് ജാവ സിമ്പിൾ ആണെന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ആണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ്. Java is an object-oriented programming language. Everything in Java is an object. Object-oriented means we organize our software as a combination of different types of objects that incorporates both data and behavior. അപ്പോൾ നമ്മളിത് പഠിക്കുന്നതിന് മുമ്പേ പഠിച്ചായിരുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡിന്റെ കൺസെപ്റ്റുകൾ പഠിച്ചായിരുന്നു. നമ്മൾ പറഞ്ഞായിരുന്നു ജാവ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ തന്നെ നമുക്കറിയാം ജാവയ്ക്കകത്ത് ഒരു ബേസ് എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിനകത്തെ കൺസെപ്റ്റുകളാണ് ജാവയുടെയും ബേസ് എന്ന് പറയുന്നത്. അപ്പൊ ഒബ്ജക്റ്റിനകത്ത് തന്നെ അസോസിയേറ്റ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് ഡേറ്റയും ബിഹേവിയറും. അതൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഇവിടെ ഒന്നുകൂടി പറഞ്ഞത് മാത്രം. ഒബ്ജക്റ്റ് കൂടാതെ ക്ലാസ്, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഊപ്സിന്റെ കൺസെപ്റ്റും കൂടെ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ജാവയ്ക്കകത്ത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ജാവ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആണെന്ന് പറയുന്നത്. അടുത്തതാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ്. ജാവ പഠിക്കുമ്പോൾ തന്നെ ആ കോഡ് തന്നെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ജാവ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആണെന്നുള്ള കാര്യം. നമ്മുടെ CPP എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്, പ്ലാറ്റ്ഫോം ഡിപെൻഡന്റ് ആണ്. അപ്പൊ എന്താ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാല് ആ ജാവ കോഡ് റൺ ചെയ്യുന്ന ആ ഒരു എൻവയോൺമെന്റിന് പറയുന്ന പേരാണ് പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ആ ഒരു മെഷീൻ അല്ലെങ്കിൽ OS അല്ലെങ്കിൽ കമ്പൈലറോ അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റിന് പറയുന്ന പേരാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജാവ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താണ്? ഒറ്റ തവണ കോഡ് എഴുതിയാൽ ആ ഒറ്റ കോഡ് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും റൺ ചെയ്യാം. റൈറ്റ് വൺസ് റൺ എനിവെയർ എന്നാണ് നമ്മുടെ ജാവയുടെ ഗോള് തന്നെ. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു കോഡ് എഴുതിയാൽ നമുക്കത്
വേറെ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. വിൻഡോസിലാണെങ്കിലോ അല്ലെങ്കിൽ മാക്കോസിനകത്താണെങ്കിലോ അല്ലെങ്കിൽ ലിനക്സിനകത്താണെങ്കിലോ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും നമ്മുടെ ജാവ പ്രോഗ്രാമിന് മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താതെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നത്. ഇനി അങ്ങനെ പറയാൻ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസർ എഴുതുന്ന കോഡിന് പറയുന്ന പേരല്ലേ സോഴ്സ് കോഡ് എന്ന്. യൂസർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത് എഴുതുന്ന ആ ഒരു കോഡിന് പറയുന്ന പേരാണ് സോഴ്സ് കോഡ് എന്ന്. ആ സോഴ്സ് കോഡുകൾ കമ്പൈലറോ അല്ലെങ്കിൽ ഇന്റർപ്രറ്ററോ യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് ഒബ്ജക്റ്റ് കോഡിലോട്ട് മാറ്റിയിട്ടാണ് നമ്മൾ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സിഒ സിപിപിഒ ഒക്കെ നമ്മൾ സോഴ്സ് കോഡിൽ നിന്നും ഒബ്ജക്റ്റ് കോഡിലേക്ക് മാറ്റുമ്പോൾ അവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റ് കോഡിനകത്ത് യൂസർ ടൈപ്പ് ചെയ്ത പ്രോഗ്രാമിന്റെ കോഡ് കൂടാതെ ആ മെഷീന്റെ ഡീറ്റെയിൽസ്, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കമ്പൈലറിന്റെ ഡീറ്റെയിൽസ് എന്നിവയെല്ലാം ഈ ഒബ്ജക്റ്റ് കോഡിനകത്തോട്ട് ആഡ് ആയിട്ട് വരും. അതുകൊണ്ടാണ് അത് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡന്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ അത് വേറൊരു സിസ്റ്റത്തെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്നത് എന്താ? അത് ക്രിയേറ്റ് ചെയ്ത സിസ്റ്റത്തിനകത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളും അതിനകത്ത് കിടക്കുന്നത്. അതുകൊണ്ടാണ് അത് മറ്റൊരു സിസ്റ്റത്തിനകത്ത് സപ്പോർട്ട് ആവാത്തത്. അപ്പൊ നമ്മുടെ ജാവയ്ക്കകത്തെ നമ്മുടെ സോഴ്സ് കോഡ് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സോഴ്സ് കോഡിനെ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ഒരു ഫോർമാറ്റിന് പറയുന്ന പേരാണ് ബൈറ്റ് കോഡ് എന്ന്. ഈ ബൈറ്റ് കോഡാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത്. അപ്പൊ ജാവയുടെ ബൈറ്റ് കോഡിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? യൂസർ ടൈപ്പ് ചെയ്യുന്ന പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ബൈറ്റ് കോഡിനകത്തുള്ളൂ. അല്ലാതെ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസോ കമ്പൈലറിന്റെയോ ഇന്റർപ്രിറ്ററിന്റെയോ ഡീറ്റെയിൽസ് ഒന്നും എവിടെയില്ല? നമ്മുടെ ബൈറ്റ് കോഡിനകത്തില്ല. അതുകൊണ്ടാണ് ജാവ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ആണ് സെക്യൂർഡ് എന്ന് പറയുന്ന കാര്യം. ജാവ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഇറ്റ്സ് സെക്യൂരിറ്റി. വിത്ത് ജാവ we can develop virus free systems. Point ഓർത്ത് വെക്കണേ, virus free systems. Java is secured because no explicit pointer, class loader. ഈ രണ്ട് പോയിന്റുകളാണ് സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ജാവ സെക്യൂർഡ് എന്ന് പറയാൻ വേണ്ടി കാര്യം എന്താ? ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ജാവ എന്ന് പറയുന്നത് വൈറസ് ഫ്രീ സിസ്റ്റം ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ജാവ പ്രോഗ്രാം യൂസ് ചെയ്ത് അല്ലെങ്കിൽ ജാവ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത് ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മെഷീനകത്ത് എക്സിക്യൂട്ട് ചെയ്താൽ അത് ആ മെഷീനകത്തെ മറ്റ് ഫയലുകളെ ഒന്നും അത് ആക്സസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് വൈറസ് ഫ്രീ എന്ന് പറയുന്ന കാര്യം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോയിന്റർ എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ നമ്മൾ എടുത്തു കളഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ? സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ക്ലാസ് ലോഡർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് ഏത് ക്ലാസ്സുകളാണ് യൂസറിന് വേണ്ടത് ആ വേണ്ടുന്ന ക്ലാസ്സുകളെ മാത്രമേ ജാവയ്ക്കകത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഡ് ചെയ്യുന്നുള്ളൂ. അതായത് ഒരുപാട് ക്ലാസ്സുകളുടെ ഡെഫിനിഷൻസ് കാണും. അതിനകത്തുനിന്ന് യൂസർ ഡിമാൻഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണോ അവ മാത്രമേ ക്ലാസ് ലോഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ ലോഡ് ചെയ്യുന്നുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ലോഡ് ചെയ്യുന്നുള്ളൂ. അതൊക്കെ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട്. ആവശ്യമില്ലാത്ത ഡേറ്റകൾ നമ്മൾ പുറത്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒരു ഔട്ട്സൈഡറിന് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ വേണ്ടുന്ന ഡേറ്റ മാത്രം എടുത്ത് പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സെക്യൂർ ആണെന്ന് പറയുന്നത്. അടുത്താണ് റോബസ്റ്റ്. അടുത്തൊരു പോയിന്റ് ആണ് റോബസ്റ്റ്. സിംപ്ലി മീൻസ് സ്ട്രോങ്. ജാവ ഈസ് റോബസ്റ്റ് ബിക്കോസ് it uses strong memory management. There is a lack of pointers that avoids security problems. There is automatic garbage collection in Java which runs on the Java virtual machine to get rid of objects which are not being used by a Java application anymore. There are exception handling and the type checking mechanism in Java. All these points make ജാവ റോബസ്റ്റ്. ഇപ്പൊ റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ ജാവ റോബസ്റ്റ് എന്ന് പറയാൻ കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മെമ്മറി മാനേജ്മെന്റ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ മെമ്മറി അലോക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡി അലോക്കേറ്റ് ചെയ്യാനുമുള്ള ഫെസിലിറ്റി എവിടെയുണ്ട്? ജാവയ്ക്കകത്തുണ്ട്. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള മെമ്മറി മാനേജ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് റോബസ്റ്റ് ആണെന്ന് പറയാം. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പോയിന്റേഴ്സ് നമ്മൾ അവോയ്ഡ് ചെയ്തു. സെക്യൂരിറ്റി റീസൺസ് ഉള്ളത് കൊണ്ട് നമ്മൾ പോയിന്റർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അവോയ്ഡ് ചെയ്തു. അതുകൊണ്ട് റോബസ്റ്റ് ആണെന്ന് പറയാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. ആ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ പറയുന്നത് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജാവ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു അറേ ഡിക്ലെയർ ചെയ്യാന്ന് വെച്ചോ, 5 സൈസിലുള്ള ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യുക ഇന്റിജറിന്റെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് 6ാമത്തെ ഒരു ലൊക്കേഷനെ നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ അവിടെ എന്തുണ്ടാകും? ഒരു എറർ ഉണ്ടാകും. അപ്പൊ അതെന്ന് പറയുന്നത് ജാവയ്ക്കകത്ത് അലൗഡ് ആണോ? അല്ല.
അവിടെ ഒരു എറർ ഉണ്ടാകുന്നത് കൊണ്ട് അങ്ങനെ ഒരു കാര്യം അലൗഡ് അല്ല. അതുകൊണ്ട് അതായത് ജാവയ്ക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ വേരിയബിളിനെയും അല്ലെങ്കിൽ ഓരോ ഡേറ്റാനെയും സ്ട്രിക്ട്ലി ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് അല്ലെങ്കിൽ സ്ട്രിക്ട്ലി ടൈപ്ഡ് ആണ്. അതുകൊണ്ടാണ് ജാവ റോബസ്റ്റ് ആണെന്ന് പറയാൻ വേണ്ടി കാര്യം. അടുത്താണ് ആർക്കിടെക്ചർ ന്യൂട്രൽ എന്ന് പറയുന്നത്. ജാവ ഈസ് ആർക്കിടെക്ചർ ന്യൂട്രൽ ബിക്കോസ് there are no implementation dependent features. For example, the size of primitive types is fixed. In C programming, int data type occupies 2 bytes of memory for 32-bit architecture and 4 bytes of memory for 64-bit architecture. However, it occupies 4 bytes of memory for both 32 and 64-bit architecture in Java. ഇപ്പൊ ജാവ എന്ന് പറയുന്ന ആർക്കിടെക്ചർ ന്യൂട്രൽ ആണെന്ന് പറയുന്നത്. നമ്മൾ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞു. ഏത് സിസ്റ്റം ആണെങ്കിലും ജാവ കോഡ് ബൈറ്റ് കോഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ആവുമെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ആ സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചർ 32 ബിറ്റ് ആണോ അല്ലെങ്കിൽ 64 ബിറ്റ് ആണോ, കമ്പൈലർ 32 ബിറ്റ് ആണോ 64 ബിറ്റ് ആണോ, അല്ലെങ്കിൽ OS 32 ആണോ 64 ആണോ, എങ്ങനെയാണെങ്കിലും നമ്മൾ ജാവയ്ക്കകത്ത് ഡിഫൈൻ ചെയ്യുന്ന ഡേറ്റ എന്ന് പറഞ്ഞാൽ 2 ബൈറ്റ് ആണെങ്കിൽ അത് 32 ആണെങ്കിലും 64 ആണെങ്കിലും ആ ഡേറ്റ എന്ന് പറയുന്നത് 2 ബൈറ്റ് തന്നെ. ഇനി 4 ബൈറ്റ് ആണെങ്കിലോ 32 ബിറ്റ് ആണെങ്കിലും 64 ബിറ്റ് ആർക്കിടെക്ചർ ആണെങ്കിലും അത് 4 ബൈറ്റ് തന്നെ. ഡിഫൈൻ വെച്ചിരിക്കുന്ന ഡേറ്റ ഏതാണോ അത് തന്നെയാണ് ഏത് ആർക്കിടെക്ചർ എടുത്താലും. അപ്പൊ ആർക്കിടെക്ചറിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ആർക്കിടെക്ചർ ന്യൂട്രൽ ആണെന്ന് പറയാൻ വേണ്ടി കാര്യം. അടുത്താണ് പോർട്ടബിൾ ആണെന്ന് പറയുന്നത്. ജാവ ഈസ് പോർട്ടബിൾ ബിക്കോസ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് you to carry the Java bytecode to any platform. It doesn't require any implementation. ഇപ്പൊ പോർട്ടബിൾ ആണെന്ന് പറയാൻ കാര്യം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ, റൈറ്റ് വൺസ് റൺ എനിവെയർ. അതായത് ഒരു പ്രാവശ്യം തന്നെ ഒരു കോഡ് എഴുതിയാൽ അതിനെ മോഡിഫൈ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് പല സിസ്റ്റങ്ങളിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് പോർട്ടബിൾ ആണെന്ന് പറയുന്നത്. അടുത്താണ് ഹൈ പെർഫോമൻസ് ആൻഡ് ഇന്റർപ്രറ്റഡ്. Java bytecode is translated on the fly to native machine instructions and is not stored anywhere. The development process is more rapid and analytical since the linking is an incremental and lightweight process. Java is faster than other traditional interpreted programming languages because Java bytecode is close to native code. It is still little bit slower than a compiled language, C++. Java is an interpreted language. That is why it is slower than compiled languages, example C or CPP. ഇപ്പൊ ജാവ എന്ന് പറയുന്നത് ഇന്റർപ്രറ്റഡും അതുപോലെ തന്നെ ഹൈ പെർഫോമൻസും പ്രൊവൈഡ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ജാവയ്ക്കകത്ത് നമ്മൾ കമ്പൈലർ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇന്റർപ്രറ്റിംഗ് ആണ് നടക്കുന്നത്. അതായത് കമ്പൈലറും ഇന്റർപ്രറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താ? കമ്പൈലർ എന്ന് പറഞ്ഞാൽ ഒരു സോഴ്സ് കോഡിനകത്ത് എത്ര കോഡുകളുണ്ടോ അവയെല്ലാം കൂടെ ഒരുമിച്ച് കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞാലോ ഓരോ ലൈനും ചെക്ക് ചെയ്യുന്നു, അവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, അടുത്ത ലൈൻ ചെക്ക് ചെയ്യുന്നു, എറർ ഉണ്ടെ കണ്ടുപിടിക്കുന്നു, അത് മാറ്റിയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മെക്കാനിസമാണ് നമ്മൾ ജാവയ്ക്കകത്ത് യൂസ് ചെയ്യുന്നത്. അതായത് ലൈൻ ബൈ ലൈൻ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് ജാവ എക്സിക്യൂട്ട് ആവുന്നത്. അതായത് ഓരോ ലൈനിനകത്തെയും എററിനെ കറക്റ്റ് ചെയ്താണ് ജാവ എക്സിക്യൂട്ട് ആവുന്നത്. അതുകൊണ്ടാണ് ജാവ എന്ന് പറയുന്നത് കമ്പൈലർ ലാംഗ്വേജിനെ വെച്ച് നോക്കുമ്പോൾ ഫാസ്റ്റർ ആണെന്ന് പറയുന്നത്. അടുത്ത ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ജാവ ഈസ് ഡിസ്ട്രിബ്യൂട്ടർ ബിക്കോസ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് യൂസേഴ്സ് ടു ക്രിയേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻസ് ഇൻ ജാവ. അപ്പൊ ജാവ എന്ന് പറയുന്നത് ഇന്റർനെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് പറയാം. നമുക്കൊരു പ്രോഗ്രാം ഒരു സിസ്റ്റത്തിനകത്ത് എഴുതിയാൽ ഇന്റർനെറ്റുമായിട്ട് മറ്റ് സിസ്റ്റങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാമിനെ എന്ത് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് പറയാൻ വേണ്ടി കാര്യം. അടുത്താണ് മൾട്ടി ത്രെഡ് എന്ന് പറയുന്നത്. A thread is like a separate program executing concurrently. We can write Java programs that deal with many tasks at once by defining multiple threads. അപ്പൊ ത്രെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രോഗ്രാമിന്റെ ഒരു പാർട്ടിന് പറയുന്ന പേരാണ് ത്രെഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ടാസ്കിന് പറയുന്ന പേരാണ് ത്രെഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ത്രെഡുകളെ നമുക്ക് അറ്റ് എ ടൈമിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ എവിടെ പറ്റും? ജാവയ്ക്കകത്ത് പറ്റും. അതുകൊണ്ടാണ് മൾട്ടി ത്രെഡ് ആണെന്ന് പറയാൻ വേണ്ടി കാര്യം. അടുത്ത പോയിന്റാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. ഇപ്പൊ ജാവ ഡൈനാമിക് എന്ന് പറയാൻ കാര്യം നമ്മുടെ ജാവയ്ക്കകത്തെ ഒബ്ജക്റ്റിനെ ക്ലാസ്സുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് ജാവ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ്. അതുകൊണ്ടാണ് ജാവ ഡൈനാമിക് ആണെന്ന് പറയാനായിട്ട് കാര്യം.